33 വർഷം കർത്താവിൻ്റെ നല്ല യൗവനത്തിൽ ഏകദേശം 10-25 വയസ്സുള്ളപ്പോൾ ഞാൻ കർത്താവിൻ്റെ വേലയിൽ ഇറങ്ങിയതാണ്. എൻ്റെ യൗവനം എല്ലാം കർത്താവിന് വേണ്ടി ഞാൻ പ്രവർത്തിപ്പാനിടയായി തീർന്നു. ഇപ്പോൾ എനിക്ക് ശാരീരികമായ ക്ഷീണമുണ്ട്, എന്നാലും കർത്താവിൻ്റെ വേല ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് ദൂരെ പോയി സുവിശേഷം പറയാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് 2 ദിവസം കർത്താവിൻ്റെ വേല ചെയ്യാൻ ഇടയായി. അവിടെ മുറ്റത്ത് അന്വേഷണം നടത്തി. ഏകദേശം 100-200ഓളം ദൈവമക്കൾ കടന്നു വന്ന് ദൈവനെ കളപ്പാനിടയായി. കർത്താവ് ആയുസ്സത്തോളം കർത്താവിൻ്റെ വേല ചെയ്തു എൻ്റെ ആഗ്രഹം. എനിക്ക് എല്ലാ പ്രദേശത്തും പോയി കർത്താവിൻ്റെ വചനം അറിയിക്കാനും ട്രാക്ടർ കൊടുക്കാനും ഒക്കെ എനിക്ക് താല്പര്യമുണ്ട്. എനിക്കൊരു 3 വീലർ വേണമെന്ന് ആഗ്രഹമുണ്ട്. അതിൽ പോയി ദൈവനം അറിയിപ്പാൻ ആഗ്രഹമുണ്ട്. എനിക്ക് മറ്റ് യാത്രാ മാധ്യമങ്ങളൊന്നുമില്ല. പ്രിയമുള്ളവർ ദൈവാസം നടക്കുന്നതെന്ന് കണ്ടേ, വർഷം മുമ്പോട്ട് നടന്നു വന്നേ. ഇത് ടൈൽസ് അല്ല ഇട്ടിരിക്കുന്നത്, ഇത് ഒരു തരത്തിലുള്ളതായിരിക്കുന്ന പ്ലാസ്റ്റിക്കാണ്. ഇദ്ദേഹത്തിൻ്റെ കാല് കണ്ടോ? ഈ കാലിൻ്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്. നമ്മൾ ഈ സജി പാസ്റ്റർ ആ വിഷയത്തെക്കുറിച്ച് പറയും. ദയവായിട്ട് കേൾക്കണേ. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇത് കണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, സജി പാസ്റ്റർ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കേ. എല്ലാവരും ദയവായിട്ട് ഈ വീഡിയോ ഒന്ന് കാണണേ. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പാസ്റ്റർ സജി പള്ളിക്കുന്ന്. കഴിഞ്ഞ 33 വർഷമായി IPCയിൽ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കർത്തദാസൻ. അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കാല് എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് ആ കാലിൻ്റെ ഭാഗം കണ്ട് നമുക്ക് സംസാരിക്കാം. ദൈവദാസൻ സംസാരിക്കും. പ്രിയമുള്ള ദൈവമക്കളെ, ഈ കാല് കണ്ടോ? ഇത് അര മുതൽ മുറിക്കണം എന്ന് പറഞ്ഞതാണ് 3 മെഡിക്കൽ കോളേജുകളിൽ. ഇത് നമ്മളിവിടെ വന്ന് വീഡിയോ എടുക്കുന്ന സമയത്ത് പക്ഷേ ഇതൊന്ന് പൊക്കെ കാണിച്ച്, ഇതിനകത്തെല്ലാം വലിയ വലിയ തുളകളായിരുന്നു. 5 സ്ഥലത്ത് പിന്നെ 5 സ്ഥലത്ത് വലിയ തുളകളായിരുന്നു. എന്താ സംഭവിച്ചെന്നുള്ള വിവരങ്ങൾ കർത്തദാസൻ സംസാരിക്കും. എന്തായാലും നമ്മൾ കണ്ടല്ലോ എത്രത്തോളം നടക്കാൻ തക്കവണ്ണം ദൈവം കൃപ നൽകി. തുടർന്നുള്ള കാര്യത്തെക്കുറിച്ച് ദൈവദാസൻ സംസാരിക്കും. പാസ്റ്ററെ സംസാരിച്ചോളൂ. എന്താ പേര് പാസ്റ്ററുടെ? എൻ്റെ പേര് പാസ്റ്റർ TJ സജി. ഈ സ്ഥലം? ഞാൻ കണ്ണൂർ ജില്ലയിൽ ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റിയിൽ ചെങ്ങളായി എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്താണ് താമസിക്കുന്നത്. എൻ്റെ കാലിൻ്റെ ഒരു വീഡിയോ മുൻപ് പ്രിയ കർത്തദാസൻ ശ്രീ സജി പള്ളിക്കുന്നിൽ അവർ ഇട്ടിരുന്നു. എൻ്റെ കാലിൻ്റെ മുട്ടിന് താഴെയുള്ള ഭാഗങ്ങളിൽ പഴുപ്പ് ബാധിക്കുകയും അസ്ഥിയിലത് ബാധിക്കുകയും 2 വിരൽ കട്ടുകയും ചെയ്തു. തുടർന്ന് കാലിൽ അസ്ഥിയിൽ പഴുപ്പ് ബാധിച്ച് ഇവിടെ മുഴുവൻ തുളയായിരുന്നു. ഏകദേശം 5ഓളം ധാരത്തോളം ഉണ്ടായിരുന്നു. 5 ധാരത്തോളം ഉണ്ടായിരുന്നു. അതിലൂടെ പഴുപ്പ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വരുന്ന സമയത്ത് ഏകദേശം ആ സമയങ്ങളിൽ ഏകദേശം 1 കപ്പോളം പഴുപ്പ് എല്ലാ ദിവസവും എടുത്തുകൊണ്ടിരുന്ന ഒരു സമയത്താണ് ശ്രീ പാസ്റ്റർ സജി പള്ളിക്കുന്നിൽ അവർ ഇവിടെ വരുന്നത്. എന്നാൽ കോട്ടയം മെഡിക്കൽ കോളേജ്, കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ്, മംഗലാപുരം ഏനപ്പയ്യ മെഡിക്കൽ കോളേജ്, ഇവിടെ നിന്നൊക്കെ എൻ്റെ കാല് അരയുടെ താഴെ വെച്ച് മുറിക്കണം എന്ന് പറയുകയും അങ്ങനെ വളരെ ഭാരപ്പെട്ട് ഞാൻ ഏകദേശം 10ഓളം ഹോസ്പിറ്റലിൽ മാറി കിടന്ന് എനിക്ക് ആൻറ്റിബയോട്ടിക് ചികിത്സ ഫലിക്കാതിരുന്ന് വളരെ ഭാരപ്പെട്ടു. അങ്ങനെ പ്രിയ ദൈവത്തിൻ്റെ ദാസൻ എൻ്റെ വീഡിയോ സാമൂഹ്യ മാധ്യമത്തിലൂടെ ഇടുകയും വിവിധ പ്രദേശങ്ങളിൽ രാജ്യങ്ങളിൽ നിന്നുള്ള ദൈവമക്കൾ എന്നെ സഹായിച്ച് ഏകദേശം 3 ലക്ഷം രൂപയോളം എനിക്ക് തുടർ ചികിത്സയ്ക്കായി ലഭിക്കുകയുണ്ടായി. അത് നിമിത്തം പന്തളത്തുള്ള ഒരു ഡയബറ്റിക് ഹോസ്പിറ്റൽ പോയി അഡ്മിറ്റായി എനിക്ക് മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കുകയും അതിൻ്റെ ഫലമായിട്ട് എൻ്റെ കാല് മുറിക്കാതെ രക്ഷപ്പെടുകയും ഉണ്ടായിരിക്കും.
യാണ്. എന്നാൽ എൻ്റെ കാലിൻ്റെ താഴേക്കുള്ള ഭാഗത്ത് ഈ അസ്ഥിയെല്ലാം പൊടിഞ്ഞു പോയത് നിമിത്തം എനിക്ക് നടക്കാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത്. നേരത്തെ കാണിച്ചതുപോലെ നടക്കാം, അത്രയേ ഉള്ളൂ. വോക്കർ ഉപയോഗിച്ച് വീട്ടിനകത്തൂടെ മാത്രം നടക്കാൻ പറ്റുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. ഇപ്പോഴും ചികിത്സയിലാണ്. എൻ്റെ കാലിൻ്റെ ഏകദേശം 10,000 രൂപയോളം പ്രതിമാസം എനിക്ക് മരുന്ന് വാങ്ങാൻ തന്നെ ആകുന്നുണ്ട്. അതുപോലെ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് എൻ്റെ ഒരു തലയിലൊരു ചെറിയ സ്ട്രോക്ക് ബാധിക്കുകയും, തലയ്ക്കുള്ളിലല്ല, തലയ്ക്ക് പുറത്ത് ഒരു സ്ട്രോക്ക് ബാധിക്കുകയും, തലച്ചോറിന്റെ ഉള്ളിൽ ചെറുതായിട്ട് പോയി കാണും, അതുകൊണ്ടാണ് കണ്ണിനെ കാഴ്ച ബാധിച്ച ബ്ലീഡിങ് ഉണ്ടാവുകയും ചെയ്തു. അത് മരുന്ന് കഴിച്ച് മാറുന്നതാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അങ്ങനെ ഇപ്പം മെഡിസിനൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. കണ്ണിന് കാഴ്ചക്കുറവുണ്ടല്ലേ? കണ്ണിന് കാഴ്ചക്കുറവുണ്ട്. ഓപ്പറേഷൻ നടത്തിയാൽ മാറും അല്ല, അങ്ങനെ പറഞ്ഞല്ലേ? ചെയ്താല് കണ്ണ് ബ്ലീഡിങ് ഉണ്ട്. 3 നേരവും മരുന്ന് ഒഴിക്കുകയും വേണം, കൊണ്ടിലുണ്ട് മരുന്ന്. അതൊരു ചെറിയ സർജറി നടത്തണമെന്നാണ്. പെട്ടെന്ന് അത് ചെയ്താൽ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടാതെ കിട്ടുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. സാമ്പത്തികമായ ബുദ്ധിമുട്ട് നിമിത്തം അത് ചെയ്യാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ചികിത്സിച്ചതിൻ്റെ നിമിത്തം എനിക്ക് വലിയ സാമ്പത്തികമായ ബാധ്യതയും കടവും ഒക്കെ ഉണ്ട്. വീട് ലോണൊക്കെ വെച്ചിട്ടാണ് ചികിത്സയും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ദൈവമക്കൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഈ ലോണൊക്കെ അല്ല, ഈ വീടൊക്കെ പിന്നെ ബാങ്കില് ആധാരം പണയം വെച്ചിട്ട് അന്നത്തെ ചികിത്സയൊക്കെ നടന്നതല്ലേ? 6 ലക്ഷത്തിന് അധികമോളം ചികിത്സയ്ക്ക് സാമ്പത്തികം ചെലവ് വന്നിരുന്നു. ബാക്കിയെല്ലാം കടമാണ്. ദൈവമക്കൾ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇപ്പോഴും എനിക്ക് കർത്താവിൻ്റെ വേല ചെയ്യണമെന്ന ആഗ്രഹം. എനിക്ക് 59 വയസ്സായി. കഴിഞ്ഞ നാളുകളിൽ കർത്താവിൻ്റെ വേലയിൽ എന്നാൽ കഴിവത് വളരെ അധ്വാനിപ്പാൻ ദൈവം എന്നെ സഹായിച്ചു. കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിൽ വളരെ എത്ര വർഷം ദൈവവേല ചെയ്തു? 33 വർഷം കർത്താവിൻ്റെ നല്ല യൗവനത്തിൽ, ഏകദേശം 10-25 വയസ്സുള്ളപ്പോൾ ഞാൻ കർത്താവിൻ്റെ വേലയിൽ ഇറങ്ങിയതാണ്. എൻ്റെ യൗവനം എല്ലാം കർത്താവിന് വേണ്ടി ഞാൻ പ്രവർത്തിപ്പാനിടയായി തീർന്നു. ഇപ്പോൾ എനിക്ക് ശാരീരികമായ ക്ഷീണമുണ്ട്, എന്നാലും കർത്താവിൻ്റെ വേല ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് ദൂരെ പോയി സുവിശേഷം പറയാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് 2 ദിവസം കർത്താവിൻ്റെ വേല ചെയ്യാൻ ഇടയായി. അവിടെ മുറ്റത്ത് കൺവെൻഷൻ നടത്തി. ഏകദേശം 100-200ഓളം ദൈവമക്കൾ കടന്നു വന്ന് ദൈവനെ കളപ്പാനിടയായി. കർത്താവ് ആയുസ്സോളം കർത്താവിൻ്റെ വേല ചെയ്തു എൻ്റെ ആഗ്രഹം. എനിക്ക് എല്ലാ പ്രദേശത്തും പോയി കർത്താവിൻ്റെ വചനം അറിയിപ്പാനും ട്രാക്ടർ കൊടുക്കാനും ഒക്കെ എനിക്ക് താല്പര്യമുണ്ട്. എനിക്കൊരു 3 വീലർ വേണമെന്ന് ആഗ്രഹമുണ്ട്. അതിൽ പോയി ദൈവനം അറിയിപ്പാൻ ആഗ്രഹമുണ്ട്. എനിക്ക് മറ്റ് യാത്രാ മാധ്യമങ്ങളൊന്നുമില്ല. ദൈവമക്കൾ എന്നെ സഹായിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് 2 മക്കളുണ്ട്. അവർക്കൊന്നും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളൊന്നും അല്ല ഇപ്പോൾ ഉള്ളത്. എൻ്റെ കുടുംബത്തെ ഓർത്ത് ദൈവമക്കൾ പ്രാർത്ഥിക്കുകയും എന്നെ സഹായിക്കുകയും ചെയ്യണം എന്ന് ദൈവമക്കളെ അറിയിക്കുന്നു. ചികിത്സയുടെ ബാധ്യതകളൊക്കെ ഉണ്ട്. ദൈവമക്കളാവുന്ന നിലവിൽ എന്നെ സഹായിക്കുകയും കർത്താവിൻ്റെ വേല ചെയ്യുവാൻ എനിക്ക് കൈത്താങ്ങുകയും ചെയ്യണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കും. 3 വീലർ കർത്താവ് തന്നാൽ അതുകൊണ്ട് എന്ത് ചെയ്യാനാ ഉദ്ദേശിക്കുന്നത്? അടുത്തുള്ള പ്രദേശങ്ങളിലെല്ലാം കടന്നുപോയി ട്രാക്ടർ കൊടുക്കാനും പരിശോധന നടത്താനും ഒക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. കർത്താവിൻ്റെ വേല ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്നുള്ള താല്പര്യമുണ്ട്. 33 വർഷം കർത്താവിൻ്റെ വേല സഭാ ചാർജിനുള്ള ബന്ധത്തിൽ ഇരുന്നു. എന്നാൽ ഇപ്പോൾ എനിക്ക് സഭാ ചാർജ് ഇല്ല. കാല് മേലാത്തത് കൊണ്ട് സഭാ ചാർജ് ഇല്ല, ഞാൻ വിട്ടു. എന്നാലും എനിക്ക് കർത്താവിൻ്റെ വേല ചെയ്യണമെന്നുള്ള വലിയ ആഗ്രഹമാണുള്ളത്. ദൈവമക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്നെ സഹായിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഏത് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടോ പാസ്റ്റർക്ക്? എനിക്ക് തളിപ്പറമ്പ് SBI ബ്രാഞ്ചിലാണ് അക്കൗണ്ട് ഉള്ളത്. പേരെങ്ങനെ അതിൽ കിടക്കുന്നത്?
TJ സജി എന്നാണ് പാസ്റ്റർ TJ സജി. ഓക്കെ. TJ സജി എന്നാണ്. പ്രിയമുള്ളവരെ, എന്തോ ആൻറ്റി എന്താ പറയാ? ഞങ്ങളുടെ സാഹചര്യമായി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി ഇപ്പോഴും വേല ചെയ്യണമെന്നുള്ള താല്പര്യവും ആഗ്രഹമുണ്ട്, പ്രാർത്ഥനയുണ്ട്. ദൈവം സഹായിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ ദൈവമക്കൾ ഈ ഭൂലോകത്തിലുള്ള 5 വൻകരയിലും ഞങ്ങളെ സഹായിച്ചെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുവാണ്. ഞങ്ങളെ സഹായിച്ച എല്ലാ ദൈവമക്കളെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങളെ ഇന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ പപ്പയ്ക്ക് ഇടയിൽ സ്ട്രോക്ക് വന്നു. വളരെ ഭയങ്കര പ്രയാസമായിരുന്നു നേരിട്ടത്. കാലുമേലാതെ 5-6 പ്രാവശ്യം മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ മുറിച്ച് കളയുന്ന തിയേറ്ററിലൊക്കെ വരെ കൊണ്ടുപോയിട്ടുണ്ട്. എന്നാൽ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, എൻ്റെ ദൈവം കാലുകളെ മുറിച്ച് കളയാതെ നൽകി തരുമെന്നുള്ളൊരു വലിയ വിശ്വാസം പ്രത്യാശയോടെ പ്രാർത്ഥിച്ച് തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഞാൻ ബാത്റൂമിൽ കയറി നിന്ന് പ്രാർത്ഥിക്കും, ദൈവമേ മുറിക്കരുത്. ആ സമയത്ത് ഒന്നീ പ്രഷർ താണു പോകും, അല്ലെ ഷുഗർ കൂടിപ്പോകും. അങ്ങനെ ചെയ്യാൻ പറ്റാതെ പിന്നെയും ബെഡിലേക്ക് കൊണ്ട് കിടത്തും. രാത്രി 2 മണിയൊക്കെ ആകുമ്പോൾ മംഗലാപുരത്തുനിന്ന് പഠിക്കുന്ന പിള്ളേർ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി വരും. ഞങ്ങൾ നല്ല ഉറക്കമായിരിക്കും, എന്നാൽ ഓപ്പറേഷൻ ചെയ്യാൻ കൊണ്ടുപോകണം, ബൈപ്പാസ് ചെയ്യണം, ഹാർട്ടിനും ബ്ലോക്കുണ്ട്. അതുകൊണ്ട് ഇപ്പം തന്നെ കൊണ്ട് പപ്പ തന്നെ എന്നോട് പറയും, സാലി എന്നെ ഇവർ രാത്രി എടുത്തുകൊണ്ട് പോകുമെന്നാണ് തോന്നുന്നത്. കാരണം അവർക്ക് ഹാർട്ട് തുറന്ന് ഓപ്പൺ ചെയ്ത് സർജറി നടത്താൻ വേണ്ടിയായിരുന്നു. എന്നാൽ ദൈവം, ഞാൻ വിശ്വസിച്ചു, എൻ്റെ ദൈവം ഒരു സർജറി നടത്തട്ടെ, സകല രോഗങ്ങൾക്കും സൗഖ്യം തരുന്ന ദൈവം. ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ച് അവൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നുള്ള വചനമൊക്കെയും അടികൾ ഓർത്ത് പ്രാർത്ഥിച്ച് അങ്ങനെ എല്ലാ അവിടെ 2 മാസത്തോളം കിടന്ന ആ 2 മാസവും ഇവർ ഓപ്പറേഷൻ ചെയ്യണം എന്നുള്ള ഇതായിരുന്നു. പപ്പ പോലും വേദന കൊണ്ട് പൊളയുമ്പോൾ നിങ്ങൾ ഈ കാല് മുറിച്ച് കളയണം പറഞ്ഞിട്ടുണ്ടെന്നാൽ ദൈവം പ്രാർത്ഥന കേട്ട് കാല് മുറിച്ച് കളയാതെ ഇത്രയും നന്നായി തന്നു. ഇങ്ങനെ ഈ വോക്കറിൽ ഇപ്പോൾ ഇതുവഴി ഇങ്ങനെ നടക്കാനും ഇപ്പോൾ ഞാനും കഴിഞ്ഞ പ്രാവശ്യം പാസ്റ്റർ കാല് കണ്ടപ്പോൾ കാല് തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചില്ല. അത്ര ഗുരുതരാവസ്ഥയായിരുന്നു പാസ്റ്റർ കാല് ഒക്കെ. പഴുപ്പൊക്കെ ഇങ്ങനെ ഒഴുകുമായിരുന്നു. ഞാൻ കണ്ടല്ലോ ഒരു ബക്കറ്റൊക്കെ വെച്ച് പഴുപ്പായിരുന്നു മുഴുവനും. വന്നു ഇത്രയും നാളും ആ പഴുപ്പൊക്കെ എടുത്തത് ദൈവം സൗഖ്യം കൊടുത്തു. പാസ്റ്റർ ഇപ്പം നടന്ന് കണ്ടല്ലോ, ഞാൻ വാക്കറിൽ നടന്ന് കണ്ടല്ലോ, എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. തീർച്ചയായും എഴുന്നേറ്റ് ജീവനുണ്ടെങ്കിൽ കർത്താവിൻ്റെ വേല ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമാണ്. എനിക്ക് ടൗണുകളിൽ പോയി ട്രാക്ടൊക്കെ കൊടുക്കാനും ഉള്ള ഒരാഗ്രഹം മനസ്സിലങ്ങ് ശേഷിക്കുകയാണ്. പ്രിയമുള്ളവരെ, നീ കർത്തദാസൻ്റെയും ദേവദാസിയുടെയും സാക്ഷ്യം കേട്ടല്ലോ. ഇവരുടെ മുമ്പിലുള്ള പ്രത്യാശയും പ്രതീക്ഷയും കുറിച്ച് കേട്ടല്ലോ. ഞാനിവിടെ ഇപ്പോൾ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ സൺഡേ സ്കൂൾ സെമിനാറിന് ക്ലാസ് എടുക്കാൻ വന്നപ്പോൾ പ്രിയ കർത്തദാസനെ സന്ദർശിച്ചതാണ്. അദ്ദേഹം എന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വിളിച്ചിരുന്നു. അദ്ദേഹത്തിനൊരു വീൽ ചെയർ വേണം, കർത്താവിൻ്റെ വേല ചെയ്യണം. അതെ, വീൽ ചെയർ അല്ല, 3 വീലർ വേണം, കർത്താവിൻ്റെ വേല ചെയ്യണം, പാസ്റ്റർ ഇവിടെ വരുന്ന വരണം, ഒരു വീഡിയോ ഇടണം എന്നൊക്കെ എന്നോട് വീഡിയോ അതെ ഇവിടം വരെ വരണം, ഒരു വീഡിയോ ഇടണം, ഒരിക്കൽ കൂടെ സഹായിക്കണം എന്ന് എന്നോട് അദ്ദേഹം പറഞ്ഞു. അന്ന് അദ്ദേഹത്തെ കടഭാരത്തെക്കുറിച്ചൊന്നും അദ്ദേഹം എന്നോട് പറഞ്ഞില്ല. അതൊന്നും അത്ര ഒരു ഭാരമായിട്ട് അദ്ദേഹത്തിന് മനസ്സിലില്ല. പക്ഷെ ദൈവവേല ചെയ്യണമെന്നൊരാഗ്രഹമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉള്ളത്. അങ്ങനെ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ സംസാരിച്ചപ്പോഴാണ് കടബാധ്യതയെക്കുറിച്ചും ഈ ഭവനം വെച്ചിട്ടുള്ള പിന്നെ ബാങ്കിൽ വെച്ചിട്ടുള്ള കഴിഞ്ഞകാല ചികിത്സയെക്കുറിച്ചൊക്കെ അറിഞ്ഞത്. ഞാൻ ഇവിടെ സൺഡേ സ്കൂളിൻ്റെ എൻ്റെ ഒരു സ്നേഹിതനെ ചുമതല വഹിക്കുന്ന, മേഖലയുടെ ചുമതല വഹിക്കുന്ന എൻ്റെ ഒരു സ്നേഹിതനായ ദേവദാസിനോട് സംസാരിച്ചപ്പോൾ ഇവർ 2 പേരും കൂടെ ഇദ്ദേഹം രോഗിയാകുന്നതിന് മുമ്പ് സൺഡേ സ്കൂളിന് വേണ്ടി പ്രവർത്തിച്ച കാര്യങ്ങളിലും ഇദ്ദേഹം കൂടെ ചേർന്ന് പ്രവർത്തിച്ചൊക്കെ എന്നോട് പറഞ്ഞു. അന്ന് അദ്ദേഹം ഇവർ 2 പേരുടെയും നേതൃത്വത്തിൽ അന്നൊരു മാസിക ഇറക്കി കുട്ടികൾക്ക് വേണ്ടി, ബാലദീപം എന്നൊരു മാസിക ഇറക്കി. അതങ്ങനെ കണ്ടിന്യൂ ആയിട്ട് തുടർന്ന് 6 വർഷത്തോളം അതങ്ങനെ തുടർന്നു. നോക്കിയ ഒരു കണ്ണൂർ, കാസർഗോഡ് പോലെയുള്ളതായിരിക്കുന്ന സ്ഥലത്ത് ബാലദീപം എന്നൊരു മാസിക കുട്ടികൾക്ക് വേണ്ടി ഇറക്കാമെന്ന് പറഞ്ഞാൽ 6 വർഷം ഇറക്കാമെന്ന് പറഞ്ഞാൽ
നിസ്സാരമായൊരു കാര്യമില്ല. അത്ര നല്ല ദർശനമായിരുന്നു ദേവദാസനുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളായി സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നു. നമുക്ക് ദൈവദാസനെ സഹായിക്കണം. ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ടതായ ഈ ദൈവദാസനെ സഹായിക്കുവാൻ തീർച്ചയായിട്ടും ഞാൻ അപേക്ഷിക്കുകയാണ്. ഈ ദൈവദാസൻ്റെ കടബാധ്യതകൾ മാറണം. അദ്ദേഹത്തിനൊരു 3 വീലർ ലഭിക്കണം. കടബാധ്യതകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാറണം. സുശേഷ വേല ചെയ്യണം. അടുത്ത 2 ദിവസം മുറ്റത്ത് കൺവെൻഷന് വെക്കാനായിട്ട് അദ്ദേഹം ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം ഈ മുറ്റത്ത് വെച്ച് നടത്തിയതായ ഈ മുറ്റത്ത് കൺവെൻഷനിലേക്ക് സമീപവാസികളെയൊക്കെ ക്ഷണിക്കുകയും ഈ മുറ്റത്ത് വെച്ച് എത്ര പേര് കൂടി? 150 200ഓളം ആളുകൾ ഈ മുറ്റത്ത് കൺവെൻഷന് വന്ന് സംബന്ധിച്ചു. നമ്മൾ സാധാരണ കൺവെൻഷൻ പോലും വെച്ചാൽ എത്ര പേര് വരുമെന്ന് നമുക്കറിയാം. അപ്പം ഈ മുറ്റത്ത് കൺവെൻഷൻ അത്രയും പേര് അദ്ദേഹത്തിന് സുഖമില്ലെങ്കിലും വരുവാനും പങ്കെടുക്കുവാനും ഒക്കെ കർത്താവ് സഹായിച്ചു. പ്രത്യേകമായി എല്ലാവരുടെയും പ്രാർത്ഥന ചോദിക്കുകയാണ്. നമ്മൾ ആണ് നീ ഇങ്ങനെയുള്ള കർത്തദാസന്മാർക്ക് വേണ്ടിയിട്ട് കരങ്ങൾ നമ്മൾ തുറക്കേണ്ടത്, മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കേണ്ടത്. കഴിയുന്ന എല്ലാ പ്രിയമുള്ളവരും ദയവായി നീ വീഡിയോ ഷെയർ ചെയ്യുകയും സഹായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമേ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.